ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഒരു ലെയർ കുർത്തിയുടെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ലെങ്ത്ത് കൂടിയതുകൊണ്ട് നമ്മൾ സ്റ്റിച്ചിങ് ഈ ഒരു വീഡിയോയിലാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ് പീസിലേക്ക് മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് മെയിൻ ക്ലോത്ത് ഞാനിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. മെയിൻ ക്ലോത്തിൻ്റെ ലൈനിങ് പീസിന് നല്ല വശം ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ തുണി തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നുകൊണ്ട് സെക്യൂർ ചെയ്ത ശേഷമാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതുപോലെ കട്ട് ചെയ്ത് ഉള്ളിലെ തുണി മാറ്റുകയാണ്. ഇനി ചെറുതായിട്ട് സൈഡിലൊക്കെ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നെക്ക് നമ്മൾ അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമുക്കൊരു സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ ബാക്ക് നെക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല തുണി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ലൈനിങ് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് നേരത്തെ ചെയ്ത പോലെ പിൻ കുത്തി കൊടുത്ത ശേഷം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഇതുപോലെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ടിട്ട് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കിലെ പാർട്ട് നമ്മളിപ്പം മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇത് ഫ്രണ്ടിലെ പാർട്ടാണ് മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് ബാക്ക് പാർട്ടിൽ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിലെ വശമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്കിലെ പാർട്ട് വെച്ച് കൊടുത്തു. അതിന് മുകളിലേക്ക് ഫ്രണ്ട് പാർട്ടും വെച്ച് കൊടുത്തു. അതിനുശേഷം ഇതിൽ കാണുന്ന പോലെ ബാക്കിലെ പാർട്ടിൻ്റെ ലൈനിങ് പീസ് മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച ശേഷം ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ഷോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ഷോൾഡർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തു. ബാക്ക് പാർട്ടിലെ ലൈനിങ് പീസ് മുകളിലേക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഷോൾഡറും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്കിലെ നെക്ക് ഒന്ന് മുകളിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷോൾഡറിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഷോൾഡറിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ബാക്കിലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി മൊത്തത്തിൽ നമുക്ക് ലൈനിങ് ആയിട്ട് മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. തെന്നിപ്പോകുന്ന തുണി ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു മെയിൻ ക്ലോത്തുമായിട്ട് മൊത്തത്തിലൊന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് ലൈനിങ് പീസ്. ഇനി ലൈനിങ് പീസായിട്ട് ജോയിൻ ചെയ്ത ശേഷം ബാക്കി വന്നിട്ടുള്ള ആ ഒരു പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് സ്ലീവ് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും ഒന്നിച്ച് വെച്ച് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്ലീവ് മൊത്തത്തിലൊന്ന് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന പീസസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം മുകളിൽ മാത്രം കുറച്ച് ഞൊറിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3-4 ഞൊറി മുകളിൽ മാത്രം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഞൊറി എടുക്കുന്നത്. ഇപ്പോൾ 2 സ്ലീവും നമ്മൾ ഞൊറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്ലീവിൻ്റെ താഴെ നമ്മൾ ചെറിയൊരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു 12 ഇഞ്ച്
ലെങ്ത്തിലാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ വെച്ച് കൊടുത്ത് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ 2 സൈഡും നമ്മൾ സ്ലീവിൽ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെയുള്ള ഫ്രില്ലുകളാണ് ചെയ്ത് എടുക്കാനുള്ളത്. അപ്പോൾ ഇതാ ആദ്യത്തെ ഫ്രില്ല് നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതാ വലിച്ച് ഇതുപോലെ ഇങ്ങനെ ചെറിയ 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 ചുരുക്കുകളായിട്ടുള്ള ഞൊറി വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് 3 തട്ടായിട്ടുള്ള നമ്മളെ ഞൊറികൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത ശേഷം പിൻ കുത്തി കൊടുത്ത് ഞൊറി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് 3 ലെയറും ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഇനി മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം നോക്കാം. അപ്പോൾ ഫസ്റ്റിലെ 2 സൈഡും നമ്മൾ ഞൊറിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് അടുത്ത 2ാമത്തെ ലെയർ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് കൊടുത്ത് പിൻ കുത്തി സെക്യൂർ ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ 3 ലെയർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കയറ് വെച്ച് കൊടുക്കുന്നുണ്ട് ബാക്കിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് തുണി നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിൽ കാണുന്ന പോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് തിരിച്ച് മറിച്ചെടുക്കുന്നുണ്ട്. ഒരു ഉപയോഗിച്ച് മറിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നിട്ടുള്ളത്. നമ്മൾ ബാക്കിൽ കെട്ടാനുള്ള വള്ളിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിനുള്ള ലൈനിങ് വെട്ടാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ലൈനിങ് പീസ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അരവണ്ണം നോക്കി അരവണ്ണം മാർക്ക് ചെയ്തു. താഴേക്ക് നമ്മൾ കിട്ടുന്നത്ര വിടുത്ത് തന്നെ എടുക്കുകയാണ്. ലെങ്ത്ത് 29 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് മെയിൻ ക്ലോത്തായിട്ട് പിൻ കുത്തി വെച്ച ശേഷം നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി ലൈനിങ്ങിൻ്റെ അടിവശം നമുക്കൊന്ന് മടക്കി അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ 2 സൈഡും ചേർത്ത് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ ബാക്കിൽ വെച്ച് കൊടുത്ത കയറ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. ഒരുപാട് സ്റ്റിച്ച് ചെയ്യുന്നില്ല, യോക്കിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് നിർത്തുകയാണ്. അതിനുശേഷം താഴേക്ക് ലൈനിങ് സെപ്പറേറ്റും നമ്മുടെ മെയിൻ ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡ് മുഴുവൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് അടിഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ. ഫൈനൽ ലുക്ക് കണ്ടു നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.